ഹലോ, ഷേർലീസ് കുക്കിംഗ് ടിപ്സിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു കരുതട്ടെ. ഒരു വെണ്ടയ്ക്ക പാലുകറിയാണ് വെക്കുന്നത്. നമ്മൾ വെണ്ടയ്ക്ക എല്ലാം അരിഞ്ഞ് വെച്ചു. വെളുത്തുള്ളി, കറിവേപ്പില, സവാള, പച്ചമുളക്, തക്കാളി, പിന്നെ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾ പൊടി എല്ലാം എടുത്ത് വെച്ചു. പിന്നെ ഒന്നാം പാലും രണ്ടാം പാലും നമുക്ക് ഒഴിക്കണം. നമുക്ക് ചീനച്ചട്ടി ചൂടായി എണ്ണ ഒഴിക്കാം. എണ്ണ ഒഴിച്ചിട്ട് ആദ്യമായി വെളുത്തുള്ളിയാണ് ഇടേണ്ടത്, എന്നാലേ അതിൻ്റെ സ്മെല്ല് വരത്തുള്ളൂ. വെളുത്തുള്ളി വഴന്നു കഴിഞ്ഞ് നമ്മൾ വെണ്ടയ്ക്കയാണ് ഇടുന്നത്. വെണ്ടയ്ക്ക വഴന്നു കഴിഞ്ഞ് സവാള ഇട്ടു, പച്ചമുളക് ഇട്ടു, കറിവേപ്പില ഇട്ടു, തക്കാളിപ്പഴം ഇട്ടു, ഉപ്പുപൊടി, മഞ്ഞൾ പൊടി എല്ലാം ഇട്ട് നല്ല രീതിയിൽ വഴന്നിട്ട് ഇനി സ്വല്പം മുളക് പൊടി, ഒരു സ്വല്പം മതി, പച്ചമുളക് ഇട്ടു, പിന്നെ ഇച്ചിരി മല്ലിപ്പൊടി ഇട്ട് ഒന്നുകൂടെ വഴക്കിയിട്ട് ഒന്നാം പാൽ ഒഴിക്കണം. ഇത്രയാണ് മുളക് പൊടി ഇടുന്നത്. അതിട്ടൊന്ന് ഇളക്കിയിട്ട് ഒരു സ്പൂൺ മല്ലിപ്പൊടി ഇടണം. എല്ലാം വഴന്നു. ഇനി ഒന്നാം പാലൊഴിച്ച് നമ്മൾ അടച്ചു വെച്ച് വേവിക്കുകയാണ്. പറഞ്ഞത് തെറ്റിപ്പോയി. രണ്ടാം പാലാണ് ഒഴിച്ച്, ഒന്നാം പാൽ മാറ്റി വെച്ചിരിക്കുകയാണ്. രണ്ടാം പാലൊഴിച്ച് നമുക്ക് വേവിക്കാം. ഗരം മസാല പൊടിച്ചത് വീട്ടിൽ പൊടിച്ചതാണ്. നമ്മുടെ വെണ്ടയ്ക്ക പാലുകറി ഇവിടെ റെഡിയായി. ഇനി ഒന്നാം പാൽ ഒഴിക്കുവാണ്. ഒന്നാം പാൽ ഒഴിച്ചതിന് ശേഷം കടുക് നമ്മൾ പൊട്ടിക്കുന്നുണ്ട്. കടുക് ഒഴിച്ചു ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാകട്ടെ. നമ്മൾ കടുകും പൊട്ടിച്ചൊഴിച്ചു. കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കൂട്ടുകാരെ, നമ്മുടെ വെണ്ടയ്ക്ക പാലുകറി ഇവിടെ റെഡിയായി. ചപ്പാത്തിക്കും ചോറിനും എല്ലാം സൂപ്പറാണെന്ന്, സൂപ്പർ അടിപൊളി ടേസ്റ്റാണ്. ദുബായിലുള്ള റോബിൻ സാറിന് വേണ്ടിയാണ് ഈ വെണ്ടയ്ക്ക പാലുകറി വെക്കുന്നത്. വെച്ച് കാണിക്കണമെന്ന് എന്നോട് പറഞ്ഞ് ഷെർലി ആൻറ്റി ഒന്ന് വെച്ച് കാണിക്കണേ. ഈ വീഡിയോ ഇഷ്ടമായാൽ ആ ബെല്ലൈക്കൺ ഒന്ന് അമർത്തണേ, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.